ഗൈസ്, അങ്ങനെ നമ്മുടെ നാട്ടിലും കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം നാടൊന്നാകെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും 5 കിലോ കഞ്ചാവ് പിടിച്ച്, 10 കിലോ കഞ്ചാവ് പിടിച്ച്, 20 കിലോ പിടിച്ച് ഇങ്ങനെ പറയണ കേൾക്കാനേ ഉള്ളൂ. അപ്പം ഇന്നലെ രാത്രി 10:30 കൊല്ലം കടയ്ക്കലിൽ 5 കോടിയിലേറെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ചാക്ക് കെട്ടുകൾ ഇന്ന് തലയിൽ വെക്കുന്നുണ്ട്. ഓരോരുത്തർ ചുമന്ന് ലോഡിങ് കൊണ്ടുപോകും കണക്കാണ്. ലോഡിങ് ഇറക്കൂലേ അരിയും സാധനങ്ങൾ, അതേപോലെ നിന്ന് ചുമന്നാണ് കൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. അത് സംശയം കൊണ്ട് ചെക്കിങ് ആണല്ലോ, അങ്ങനെ സംശയം കൊണ്ട് പിടിച്ചതാണ്. ഇത് എവിടെയുള്ള ആളാണ്? മലപ്പുറത്തുള്ള ബഷീറോ. ഇത് യവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ലേ, ചുമ്മാ അല്ല. ഇതെത്രയും കൊണ്ട് ഇങ്ങനെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ഓരോന്നും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിനെന്തോന്ന് ശക്തമായിട്ട് ജനങ്ങൾ എതിർത്ത് ഒരേ അറ്റത്തുനിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം. പോലെ തൊടുപുഴയിൽ 2 പേര് കഞ്ചാവ് അടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഒരുത്തനെ കാലൊക്കെ അടിച്ചൊടിച്ച് ഹോസ്പിറ്റലിലിട്ട്. പക്ഷെ അപ്പോഴും മാതാവ് ചെന്ന് നിന്ന് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ തലയ്ക്കൊക്കെ നല്ല ജനങ്ങളെടുത്തിട്ട് പെരുമാറി. അപ്പോഴും മാതാവ് ചെന്നിന്ന് തടവിയാണ്. മോൻ്റെ തലയിലൊക്കെ തടവി മോനെ സന്തോഷിപ്പിക്കണം. മോന് ഓർമ്മ പോലും ഇല്ല, ബോധമില്ലാതെ അങ്ങനെ കിടക്കണം. അപ്പോഴാണ് ഇവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം. ഇത് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ജനങ്ങൾ പെരുമാറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ നാട്ടിലും ഇതുപോലെ കഞ്ചാവ് പിടിച്ച്, അത് ഇത്തിരി ഉണ്ണിയൊന്നുമല്ല, എത്രയോ കിലോ കഞ്ചാവ് ആ കണക്കിനായിരുന്നു. ചുമ്മാ അല്ല നമ്മളെ മക്കളൊക്കെ പാഴി പോണത്, ചുമ്മാ കിടന്ന് തല്ലും അടിയും. വീട്ടിൽ വന്നിട്ട് കിടന്ന് അച്ഛനമ്മയെ കൊല്ലൊക്കെ എന്നും പറയണ്ട. പീഡന കേസുകൾ, സഹോദരിമാരെ പീഡിപ്പിക്കണം, അമ്മയെ പീഡിപ്പിക്കണം, എല്ലാം മൊത്തത്തിൽ കഞ്ചാവിനടിമ. അപ്പോഴും നമ്മളെ മക്കൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ അറ്റം തൊട്ടും തടഞ്ഞുകൊണ്ട് എവിടെ കണ്ടാലും സംശയം തോന്നി അവരെ പിടിച്ച് അടി കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ എത്തിക്കണം. ലഹരി മൂത്തപ്പോൾ പോലീസിൻ്റെ 2 കൈകളും വെട്ടിയറഞ്ഞ് കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു പയ്യൻ. അവൻ നിന്ന് ആടേം. കൊള്ളാം, നമ്മളെ നാട് കൊള്ളാം. എന്തായാലും വളർന്നു വരുന്ന തലമുറകൾക്കും മക്കൾക്ക് എല്ലാവർക്കും നല്ലതാണ്, നല്ല മാതൃകയാണ് ഇത് കേട്ടോ. ഇതിങ്ങനെ അവിടെ ഇട്ട് കഞ്ചാവ് പിടിക്കണതും ഇതെല്ലാം യുവന്മാർ കാണിക്കുന്നത്. അപ്പം നമ്മളെ മക്കളുകൾ ഇനി വളർന്നു വരുന്ന മക്കളും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടുക തന്നെ വേണം. അതുപോലെ പിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും കഞ്ചാവ് ആണെന്ന് അവന്മാർ കൊണ്ടുപോകണമെന്ന് എവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെയും അവന്മാർ സംശയം തോന്നിയാൽ തന്നെ പിടിച്ചിട്ട് പെരുമാറിയതിന് ശേഷം പോലീസിന് വിട്ടുകൊടുക്കുക. ഇതിപ്പോൾ പോലീസിനെ വരെ അടിക്കാൻ നിൽക്കുന്ന ഓരോരുത്തരാണ്.